ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASAP അക്കാഡമി. എല്ലാവർക്കും ASAP അക്കാഡമി പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് നമ്മൾ APOക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ മറ്റ് ഫോഴ്സ് ജോലികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത, എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ഇതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അതിന്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പേ സ്കെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പൊ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി, എന്തുകൊണ്ട് നമ്മൾ മറ്റ് ഫോഴ്സ് ജോബുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആണുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യണോ, കിട്ടിയാൽ ചാൻസസ് ഉണ്ടോ, കിട്ടിയാൽ എന്താണ് പ്രയോജനമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളും പറയുന്നത് ഒറ്റ കാര്യമാണ്, മറ്റ് ഫോഴ്സ് ജോബുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ജോലി തന്നെയാണ് ഇതെന്ന് പറയുന്നത്, ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത്. അത് വേക്കൻസിയുടെ കേസിലാണെങ്കിലും പ്രൊമോഷൻ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് തന്നെയാണ്. ബാക്കി ഈ പറയുന്നത് പോലെ ബാക്കി ജോബ് ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ യൂണിഫോം പോസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ഇവിടുത്തെ ഏജ് ലിമിറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം. 18 to 36 ഏജ് ലിമിറ്റ് കൂടുതലാണ് മറ്റ് പോസ്റ്റുകൾ. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് 10th ലെവൽ വരുന്നത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏജ് ഗ്രൂപ്പ് എന്താണ്, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എന്താണ്, അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ് അല്ലെ. 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിൽ എന്തെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. റിലാക്സേഷൻ വരുന്നുണ്ട്. OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും, OBC ആണെന്നുണ്ടെങ്കിൽ 39 വയസ്സ് വരെയും, SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 41 വയസ്സ് വരെയും എന്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് റിലാക്സേഷനും വരുന്നുണ്ട്. അപ്പൊ യൂണിഫോം പോസ്റ്റുകളിൽ അല്ലെങ്കിൽ 10th ലെവൽ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഏജ് ലിമിറ്റ് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ ഒരു പോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാനായിട്ടും കൂടി പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലേ. ഇനി അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, മറ്റൊരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇതിന്റെ പേ സ്കെയിലാണ്. ബേസിക് പേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 27,900 മുതൽ 63,700 വരെയാണ് നിങ്ങളുടെ പേ വരുന്നത് അല്ലെ, സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പൊ ബേസിക് പേ എന്ന് പറയുന്നത് 27,900 ആണ്. അപ്പൊ 27,900 എന്നുള്ളതിന്റെ കൂടെ നിങ്ങൾക്ക് DAയും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക്, അഡീഷണൽ എല്ലാ സാധനങ്ങളും കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടോട്ടൽ ഓൾമോസ്റ്റ് 36,000 36,000 സംതിങ് നിങ്ങൾക്ക് എന്ത് വരും, 36,000 നിങ്ങൾക്ക് എന്ത് വരും, ടോട്ടൽ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന വരും. അപ്പൊ അത്രയും അല്ലേ. 10th ലെവൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക് പേ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബേസിക് പേ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് എന്താണ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സ്കെയിൽ ഓഫ് പേ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മറ്റ് യൂണിഫോം പോസ്റ്റുകൾ അല്ലെങ്കിൽ 10th ലെവൽ വേക്കൻസീസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രൊമോഷന്റെ സാധ്യതയുള്ള ഒരു വേക്കൻസിയും ഒരു പോസ്റ്റും കൂടിയാണ് ഏതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഈ ഒരു ഹൈറാർക്കിയിലാണ് ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം പോകുന്നത്. അതായത് നിങ്ങൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ പേയ്മെന്റ് നോക്കുക, ഇതാണ് ബേസിക് പേ വരുന്നത്. അവിടുന്ന് ഗേറ്റ് കീപ്പർ, പ്രസന്റ് ഓഫീസർ, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1, ഡെപ്യൂട്ടി സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട്, അങ്ങനെ DIG വരെ, DIG പോസ്റ്റ് വരെയുള്ള പ്രൊമോഷൻ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട് അല്ലെ. ചെറിയ പ്രായത്തിലേക്ക് കയറാൻ പറ്റിയാൽ ഒരുപാട് പ്രൊമോഷന് സ്കോപ്പുള്ള, അല്ലെ 10th ലെവൽ അല്ലെങ്കിൽ മറ്റ് കമ്പയർ നോക്കുമ്പോൾ ഏറ്റവും അധികം പ്രൊമോഷൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു ജോബും കൂടിയാണ് ഏതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊമോഷണൽ സാധ്യതയും വളരെ വലുതാണ് കമ്പയർഡ് ടു അതർ യൂണിഫോം പോസ്റ്റ്. ഇതിന്റെ പ്രൊമോഷണൽ സാധ്യത എന്ന് പറയുന്നത് എന്താണ്, വളരെ 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 വലുതാണ്. അത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നോക്കുക, അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്കെയിൽ ഓഫ് പേ നിങ്ങളൊന്ന് നോക്കുക. അവിടെ നിന്ന് എത്രയിലേക്ക് പോകുന്നുണ്ട്, ഗേറ്റ് കീപ്പറിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വരുമ്പോഴും എല്ലാം അത്യാവശ്യം നല്ലൊരു ചേഞ്ചസ് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഇത് തന്നെ പ്രായം വലിയൊരു ഫാക്ടർ ആണല്ലേ. നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും പ്രായം ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഏജ് ഗ്യാപ്പിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് അയക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും, ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കോമ്പറ്റീഷൻ കൂടില്ലേ, അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടും, അല്ലെങ്കിൽ എത്ര പേർക്ക് മെയിൻ ലിസ്റ്റിലേക്ക് വരാൻ പറ്റും, ഇതെല്ലാം നമുക്കൊരു സംശയവും കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ അഡ്വൈസ് ലിസ്റ്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം അല്ലെ. ഇതിന്റെ അഡ്വൈസും കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 6/2/2024 വരുന്നത്. 25 വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 20-ാം തീയതി അല്ലെ, 20/9 വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു കാലയളവിനുണ്ട്, ഇത് എന്ന് വരെ കാണും, 2027 ഏകദേശം ആദ്യം വരെ ഈ ലിസ്റ്റിന്റെ കാലാവധിയും കാണും. അപ്പൊ ഇനി എന്താണ്, ഈ 1.5 വർഷത്തിനിടയ്ക്ക്, ഈ ഒരു 1.5 വർഷത്തിനകത്ത് 585 അഡ്വൈസസ് ടോട്ടൽ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്,
585 അഡ്വൈസുകൾ 1300ഓളം എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്ന ഏകദേശം 1300ഓളം വരും. അതിൽ നിന്നും 585 വേക്കൻസി അഡ്വൈസസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട്. എത്ര വർഷമായി? 1.5 വർഷമായിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം നിയമനങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്ന, മെയിൻ ലിസ്റ്റിൽ അത്യാവശ്യം ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യണ്ടേ? അപ്ലൈ ചെയ്യണം. കാരണം ഏജ് ലിമിറ്റ് ഒരു ഫാക്ടറാണ്, പ്രൊമോഷൻ വളരെ വലിയൊരു ഫാക്ടറാണ്. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പ്രൊമോഷനാണ്. ഇത്രയും പ്രൊമോഷൻ സാധ്യതയുള്ള മറ്റൊരു യൂണിഫോം പോസ്റ്റ് അല്ലെങ്കിൽ 10th ലെവൽ തന്നെ വരുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല പ്രൊമോഷനും കാര്യങ്ങളും വരുന്ന പോസ്റ്റുകൾ ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്നത്. ആൻഡ് സ്കെയിൽ ഓഫ് പേ അത്യാവശ്യം ഒരു ഡീസന്റ് സ്കെയിൽ ഓഫ് പേ തന്നെ നമുക്ക് ബേസിക് പേ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പ്രൊമോഷൻ വരുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള ചേഞ്ചസും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അഡ്വൈസസ് നോക്കുക, 585 അഡ്വൈസസും എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ സാധ്യതകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്നത്. പഠിച്ചു തുടങ്ങണ്ടേ? യെസ്, നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിനി ടൈം ഇനിയും കഴിഞ്ഞിട്ടുണ്ട്, പഠിച്ചു തുടങ്ങേണ്ട ടൈം തന്നെയാണ് അല്ലെ. സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സിലബസും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അപ്കമിങ് വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പഠനം തുടങ്ങേണ്ട ടൈമാണ് അല്ലെ, കൃത്യമായിട്ട് നിങ്ങളുടെ പഠനവും കാര്യങ്ങളെല്ലാം തുടങ്ങേണ്ട ടൈമാണ്. അപ്പൊ തുടങ്ങാനായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ ദൗത്യം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദൗത്യം എന്നുള്ള വലിയ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങൾ ഓൾറെഡി PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ട്, പക്ഷെ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ പഠനം ഒരു ശരിയായ ട്രാക്കിലല്ല, എന്നുള്ള നെഗറ്റീവ് തോട്ടൊക്കെ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിലോ, അതൊക്കെ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഇല്ലാത്തൊരു ഗൈഡൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ റെഡിയാക്കാം. എല്ലാ രീതിയിലും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എന്നുള്ള പഠനമായിരിക്കും മുന്നോട്ട് പോവുക. ആൻഡ് ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് കവറേജ് അല്ലെ, നിങ്ങൾക്ക് സ്റ്റാർട്ട് A to Z സ്റ്റാർട്ടിങ് തൊട്ട് കൃത്യമായിട്ട് ട്രാക്കിൽ നിങ്ങൾക്ക് പഠനം തുടങ്ങാനായിട്ട് പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. നമുക്ക് ഫുൾ ടോപ്പിക് കവറേജ് മാക്സിമം നമുക്ക് നേരത്തെ കാണും. റിവിഷൻ സെക്ഷൻസിന് അതിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് കാണും. അതിൽ പ്രിലിംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ മെയിൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെയുള്ള എക്സാം തന്നെ ആയിരിക്കും നമ്മളിപ്പോ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ കൺവീനിയൻസും അനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ കൃത്യമുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെയായിരിക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ പഠിക്കോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പഠിക്കുക എന്നുള്ള ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കും. ടൈം ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. അതുപോലെ SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും ഒരു പ്രശ്നമാകത്തില്ല. കൃത്യമായിട്ട് ഓൺ ടൈം നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം അവിടെ കിട്ടുന്നതായിരിക്കും. അതിനകത്ത് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് കറന്റ് അഫയേഴ്സ് എല്ലാം ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുമായിരിക്കും. സോ ഒരു ടെൻഷനും അടിക്കേണ്ട, കൂളായിട്ടിരിക്കുക. നമ്മൾ കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നോക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കണം താല്പര്യമുള്ളവരെല്ലാം ഈ വീഡിയോ എൻ്റെ ആകുമ്പോൾ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് സാധിക്കും. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക. അഡ്മിഷൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര തുടങ്ങാം. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വേണ്ട അപ്കമിങ് വീഡിയോസിൽ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി കൃത്യമായിട്ട് വീഡിയോസ് എല്ലാം കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ യു, ബൈ.